പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, ഇന്ന് നമ്മൾ വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് കൊണ്ട് പൂക്കളെല്ലാം വരയ്ക്കാൻ കഴിയും. ഇവിടെ ഞാൻ രണ്ട് മീനുകളെ വരച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് മീനുകളെയാണ് വരയ്ക്കുന്നത്, അത് പറയാൻ മറന്നു. ഇവിടെ ഞാൻ ആദ്യം ലൈറ്റായിട്ട് അൾട്രാമറൈൻ ബ്ലൂ എടുത്ത് ഒരു ചെറിയ റൗണ്ട് ബ്രഷ് എടുത്ത് ആദ്യം തലപ്പ് ഒന്ന് തൊടുന്നു, പിന്നെ ഒന്ന് അമർത്തി, പിന്നെ തലപ്പ് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന രീതിയാണ്. അതായത് ആദ്യം പ്രഷർ കൊടുക്കാതെ പിന്നെ ഒന്ന് പ്രഷർ കൊടുത്ത് പിന്നെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കൊരു സ്ട്രോക്ക് ഉണ്ടാവും, ഒരൊറ്റ സ്ട്രോക്കാണത്. ഇതുപോലെ വാട്ടർ കളറിലും അക്രിലിക്കിലും എല്ലാം ചെയ്യാം. ഈ സ്ട്രോക്ക് ഉപയോഗിച്ച് ഒരു പ്രത്യേക ഒഴുക്കിലാണ് ഞാൻ മീനുകളെ വരയ്ക്കുന്നത്. ഓരോ മീനുകൾക്കും ഇടയിൽ ഗ്യാപ്പ് ഇടുന്നതും കാണാം, പ്രത്യേക രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഒഴുക്ക് ശ്രദ്ധിക്കണം. ഇത് ഞാൻ ഡ്രോയിങ് താഴെ ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോയിങ് അവിടെ നിന്ന് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ കളർ ഫിൽ ചെയ്താൽ മാത്രം മതിയാവും. ഇപ്പോൾ സ്ട്രോക്ക് ഇടുന്ന പേടി വേണ്ട. പക്ഷേ ഈ ഒരു സ്ട്രോക്ക് പെയിൻറ്റിങ് നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. ബ്രഷിൻ്റെ കൺട്രോൾ കിട്ടാൻ, അതായത് പ്രഷർ കൺട്രോൾ കിട്ടാൻ, ബ്രഷിൻ്റെ പ്രഷർ കൺട്രോൾ കിട്ടാൻ വളരെ നല്ലതാണ്. എവിടെ നമ്മൾ അമർത്തണം, എവിടെ അമർത്താതിരിക്കണം, എങ്ങനെ ബ്രഷ് ഉപയോഗിക്കണം, കുത്തിന് ഉപയോഗിക്കണോ എന്നെല്ലാം പഠിക്കാൻ ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ നല്ലതാണ്. അതായത് ഈ ഒരു ചലഞ്ചിലെല്ലാം ഞാൻ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് അത് മറക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. വെറും അൾട്രാമറൈൻ ബ്ലൂ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നിറം വേണമെങ്കിലും ഉപയോഗിക്കാം. പേപ്പറിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് വലത്തോട്ട് നീങ്ങിപ്പോകുന്ന കുറച്ച് മീനുകളെയാണ് വരയ്ക്കുന്നത്. ഓരോ മീനിനും ഇടയിൽ ഗ്യാപ്പുകളുണ്ട്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ആയിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ. ഇതിൽ 2-3 മീനുകളെ മാത്രം ഞാൻ റെഡ് കളറിൽ വരയ്ക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ അതൊരു വ്യത്യസ്ത ചിത്രമാവും എന്ന് തോന്നി. സിമ്പിളാണ്, പക്ഷേ നല്ല കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ബ്രഷ് കൺട്രോൾ, ബ്രഷ് നല്ല കുത്തനെ പിടിച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് തലപ്പ് കൊണ്ടാണ് ആദ്യം തൊടുന്നത്, പക്ഷേ പിന്നീട് അതിനെ അമർത്തി വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങളിത് പരീക്ഷിക്കുക. ഈ മീനുകൾക്ക് ഞാൻ ഡീറ്റെയിൽ ഒന്നും ചെയ്യുന്നില്ല, ഇത് സ്ട്രോക്കുകൾ മാത്രമായി അവസാനിപ്പിക്കുന്നു. എന്നാൽ അടുത്ത മീനുകളെ കുറച്ചൊന്ന് മീനുകളുടെ രൂപത്തിൽ വരയ്ക്കുകയും ചെയ്യുന്നു. 2 അഗ്രവും കൂർത്ത രീതിയിലാണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ സ്ട്രോക്കുകളുടെ പ്രത്യേകത. ആ ബ്രഷ് അമർത്തിയെടുക്കുന്ന രീതി കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നത്. ബ്രഷ് കുത്തനെ പിടിക്കണം, എന്നിട്ട് അമർത്തിയെടുക്കുന്ന രീതിയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ വരച്ച ഒരു പ്രത്യേക ഷേപ്പിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പല നിറങ്ങൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒരേ നിറം ബ്ലൂ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു നിറം കൊണ്ട് നമ്മൾ ഈ ഒരു മീനുകളെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ റെഡ് കൊണ്ട് കുറച്ച് മീനുകളെ കൂടി വരച്ച് ചിത്രം അവസാനിപ്പിക്കുകയാണ്. ഇത് ഇല്ലസ്ട്രേറ്റീവ് രീതിയിലുള്ളതല്ല, വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് രീതിയിലുള്ളതാണ്. ക്രിംസൺ റെഡാണ് എടുക്കുന്നത്. ഇടയിലുള്ള ഒരു മീനിനെ അതുപോലെ തന്നെ വരയ്ക്കുന്നു, പക്ഷേ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആക്കുന്നുണ്ട്. കുറച്ചൊരു വലിയ മീൻ കൂടിയാണത്. വാലിനെ കാണിക്കുന്നുണ്ട്. ആദ്യം വരച്ച മീനുകൾക്കൊന്നും വാലോ തലയോ ഒന്നുമില്ല, ചിറകോ ഒന്നും വരച്ചിട്ടില്ല. പക്ഷേ ഈ മീനിനെ അതെല്ലാം വരയ്ക്കുന്നുണ്ട്. 2 സൈഡിലേക്കും ചിറകും വാലും വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലൂ മീനുകൾക്കിടയിൽ ഒരു റെഡ് മീൻ വരുമ്പോൾ അതൊരു ചെറിയ അട്രാക്ഷനായി നമുക്ക് ഫീൽ ആവും. അങ്ങേ തലക്കിലും ഒരു റെഡ് മീനിനെ വരയ്ക്കുന്നു. അവിടെ വാല് കുറച്ചുകൂടി വിടർന്ന രീതിയിലാണ്. ഇനി ഒരു മീനിനെ കൂടി വരയ്ക്കാനുണ്ട് താഴ്ഭാഗത്ത്. അവിടെയും കുറച്ചൊന്ന് വ്യത്യസ്തമായാണ് വരയ്ക്കുന്നത്. എല്ലാ മീനുകളും ഒരുപോലെയല്ല, ഷേപ്പിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അവർ നീന്തി പോകുന്ന ആ രീതിയിൽ വ്യത്യാസം വരുമ്പോൾ ഷേപ്പിലും വ്യത്യാസം വരും. കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചൊന്ന് പരത്തിയെടുക്കുന്ന ആ രീതി ചെയ്യാം. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് നിർബന്ധമില്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. കുറച്ചൊന്ന് സ്പ്രേ ചെയ്യണം. അവിടെ ഞാൻ ആ ബ്ലൂ മീനുകൾ ചെയ്ത ഭാഗത്ത് തൊടുമ്പോൾ ഒന്ന് പരന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വലിയ ബ്രഷ് എടുത്ത് വെള്ളം ചേർത്തു. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം മതി. ഒഴുകിപ്പോകുന്ന രീതിയിൽ ചേർക്കരുത്. അവിടെ കളർ പരക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നനവാണ് വേണ്ടത്. സ്പ്രേ ചെയ്യുന്നത് കാണാം, പരക്കുന്നതും കാണാം. ഇതൊക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.